ഉള്ള മനോരമയുള്ള വൃത്തിയുടെ ഇത് ഇവിടെ ആയതുകൊണ്ട് അതിന്റെ കുറിപ്പുകൾ എനിക്ക് കിട്ടാൻ സാധിച്ചു. ആർക്കും ഒന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഈ രീതിയിൽ അതിലുള്ള യാതൊരു പദങ്ങളും അതിൽ ഉപയോഗിക്കുന്ന തസ്കരൻ എന്നോ വിദ്വാൻ എന്നോ മേപ്പടി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പദങ്ങളുണ്ടാവും. അതൊന്നും ഇന്ന് ഒരിക്കലും നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ സമൂഹത്തിനോ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു രീതിയിൽ അതിന്റെ രീതിയും അതിന്റെ ഭാഷയും അതിന്റെ ശൈലിയും ഒക്കെ വ്യത്യസ്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ ഭാഷയിൽ സ്വീകരിച്ച റിപ്പോർട്ടിങ്ങിന്റെയും കഥകളുടെയും രീതി. എന്നാൽ ഈ രീതിയിൽ നിന്നെല്ലാം മാറി ഒരു നൂതനമായ രീതിയിലൂടെ അവതരിപ്പിച്ചപ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് അറേബ്യൻ സമൂഹത്തിനോട് സംസാരിച്ച ആ ഖുർആൻ ഇന്ന് ഈജിപ്തിലും ലബനാനിലുമുള്ള ഏറ്റവും വലിയ സാഹിത്യകാരന്റെ മകൻ നജീബ് മഹ്ഫൂദിന്റെയോ ഒക്കെ പൗത്രന്മാരോ പുത്രന്മാരോ ഒക്കെ നോക്കി എടുത്തു വായിക്കുമ്പോഴും ഇത് നൂതനമായി അവർക്ക് കാണാൻ സാധിക്കുന്നു. 100 കൊല്ലം മുമ്പ് മാത്രം അല്ലെങ്കിൽ 60 കൊല്ലം മുമ്പ് മാത്രമുള്ള ഒരു മാതൃഭൂമി പത്രം അല്ലെങ്കിൽ ഒരു മനോരമ അതിലുള്ള വാർത്തകൾ ഇന്നുള്ള ഒരു സാഹിത്യകാരനുമൊന്നല്ല ഒരു നാലാംകിട പൗരന് പോലും അരോചകമായി അത് വളരെ പയഞ്ചനായി തോന്നുകയും ചെയ്യുന്നു. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിന്റെ ആ വിശുദ്ധ ഖുർആനിന്റെ ഈ നൂതനത്വം. ഈ നൂതനത്വം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് താഹ ഹുസൈനാണ്. ഗദ്യം പദ്യം വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഒരു തന്മയത്വമുള്ള സ്വന്തം നിലനിൽക്കുന്ന ഒരു സാഹിത്യശാഖയാണ്. അതിന് ഗദ്യത്തിനോട് താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല, പദ്യങ്ങളോട് കവിതകളോട് താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല എന്ന് ബഹുമാനപ്പെട്ട താഹ ഹുസൈൻ വളരെ വ്യക്തമായി പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം വളരെ വ്യക്തമായി 1078 മരണപ്പെട്ടുപോയ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി വലിയ ഗ്രന്ഥങ്ങൾ ഏജാദുൽ ഖുർആൻ, അസ്റാറുൽ ബലാഗ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളെല്ലാം എഴുതി സാഹിത്യത്തിന് അച്ചടക്കമുണ്ടാക്കി അറബി സാഹിത്യത്തിന്റെ നിരൂപണവും അറബി സാഹിത്യ നിരൂപണ ശാഖയും രൂപീകരിച്ച മഹാനായ വ്യക്തിയാണ് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. 1078 കൃത്യമായി പറഞ്ഞാൽ 929 വർഷം മുമ്പ് മരിച്ചുപോയ അബ്ദുൽ ഖാഹിർ ജുർജാനി വ്യക്തമായ വിശുദ്ധ ഖുർആന്റെ ഈ തന്മയത്വം, ഈ വ്യക്തിത്വം എടുത്തു കാണിച്ചു തന്നിട്ടുണ്ട്.